ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NH-66 ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പോയതൊന്നുമല്ല. വളരെ യാദൃശ്ചികമായി ഈ വഴി വന്നപ്പോൾ ഇത് എടുത്തെന്ന് മാത്രം. കുറച്ചു നാളായി മാറ്റി വെച്ചിരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്നലെ കോഴിക്കോട് വരെ പോകേണ്ടിയിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഏറനാടിൽ കയറി ഉച്ചയോടുകൂടി കോഴിക്കോടെത്തി. അവിടെ നിന്നും ഈ കാണുന്ന മുതലിനെയും എടുത്ത് ഉച്ചയ്ക്ക് 1:30 രാമനാട്ടുകരയിൽ നിന്നും പുതിയ NH-66 കയറി യാത്ര ആരംഭിച്ചു. രാമനാട്ടുകര മുതൽ കഞ്ഞിപ്പുര മുതൽ കാപ്പിരിക്കോട് വരെയും ഈ 2 റീച്ചുകളും KNR കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇടിഞ്ഞു വീണ് വാർത്തകൾ ഇടം നേടിയ കൂരിയാട് ഭാഗവും ഈ റീച്ചിലാണുള്ളത്. 2025 തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ഈ 2 റീച്ചുകളും ഇപ്പോൾ ഭാഗികമായി വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മറ്റ് റീച്ചുകൾ, പ്രത്യേകിച്ചും ചാവക്കാട് മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ KNRന്റെ പണികൾ അതിവേഗം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ചില ഭാഗങ്ങളിലെ കാഴ്ചകളും നമ്മെ അത്ഭുതപ്പെടുത്തും. എന്നിരുന്നാലും അവിടെയായി കുറച്ചു ഭാഗങ്ങളിൽ ഇനിയും വർക്കുകൾ പൂർത്തിയാകാനുണ്ട്. മാത്രമല്ല, ഈ പൊളിഞ്ഞു വീണ കൂരിയാട് ഭാഗത്ത് അത് മാറ്റി പുതിയ പില്ലറുകൾ പണിയാൻ വേണ്ടിയുള്ള പൈലിംഗ് ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ചില ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കൂടുതലായിട്ടും കാണിക്കുന്നത്. പഴയ ദേശീയപാത വഴി യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഭാഗം. എന്നാൽ ഈ ഭാഗത്തെ യാത്ര ഇപ്പോൾ അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ KNR കൺസ്ട്രക്ഷൻ കമ്പനി. വട്ടപ്പാറ വയഡക്റ്റാണ് ഈ യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗം. നിരവധി പ്രത്യേകതകളോടുകൂടിയ ഈ ഭാഗമാണ് വട്ടപ്പാറ വയഡക്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റാണിത്. 2 കിലോമീറ്റർ നീളമുള്ള മലപ്പുറം വളാഞ്ചേരിക്കടുത്തുള്ള NH-66 സ്ഥിതി ചെയ്യുന്ന 6 ലൈൻ ഈ വയഡക്റ്റിൽ കൂടിയുള്ള യാത്ര സഞ്ചാരികൾക്ക് നൽകുന്നത് മികച്ച പ്രകൃതി ദൃശ്യങ്ങളുടെ അനുഭവമാണ്. കൃഷിഭൂമിക്ക് മുകളിലായി തൂണുകളിൽ നിർമ്മിച്ച ഈ പാലം എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾക്ക് ഒരു ഉദാഹരണം തന്നെയാണ്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ തൂണിന് തറനിരപ്പിൽ നിന്നും 27.5 മീറ്റർ ഉയരവും, അതായത് ഗർഡറും സ്ലാബും അടക്കം മുകളിൽ 32 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 26 മാസം കൊണ്ടാണ് KNR കമ്പനി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തത്. 34 മീറ്റർ നീളവും 72 ടൺ ഭാരവുമുള്ള 10 ഗർഡറുകളാണ് 2 തൂണുകൾക്കിടയിൽ വരുന്നത്. ഇങ്ങനത്തെ 130 തൂണുകളാണ് ഇവിടെ ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ ബൈപ്പാസും പാലവും എല്ലാം കൂടി 4 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട്. പുതിയ ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രാക്ടർ മുതലായ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റിലും എൻട്രിയിലും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ വഴി ഇരുചക്ര വാഹനത്തിൽ സഞ്ചാരം ഇനി സാധ്യമാകില്ല. ഏതായാലും ചിലയിടങ്ങളിലൊഴികെ മറ്റു ഭാഗങ്ങളിലെല്ലാം എതിരെ വാഹനങ്ങൾ വരില്ല എന്ന ധൈര്യമായി നമുക്ക് ഓടിക്കാം. മാത്രമല്ല 6 വരി പാത മികച്ച നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈ 6 വരി പാതയിൽ എക്സിറ്റും എൻട്രിയും എല്ലാം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ അതിന് ഏകദേശം 100 മീറ്റർ മുമ്പ് തന്നെ അതിനുള്ള സൈൻ ബോർഡുകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ പാതയ്ക്ക് നടുക്കായി പലയിടങ്ങളിലും 360 ഡിഗ്രി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്പീഡ് റഡാറുകളും എല്ലാം പാതയിൽ നമുക്ക് ഇടനീളം കാണുവാൻ സാധിക്കും. മാത്രമല്ല, പുതിയ റോഡിൽ ആരും വട്ടം ചാടുകയോ യൂടേൺ എടുക്കുകയോ ഒന്നുമില്ല. കാരണം ഒരിടത്തും സിഗ്നലോ യൂടേണുകളോ ഒന്നും തന്നെ ഇല്ല. അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്.
ഈ ഭാഗങ്ങളിൽ കൂടുതലായി അണ്ടർ പാസുകളല്ല ഓവർ പാസുകളാണ്. കാരണം റോഡ് മണ്ണ് നീക്കം ചെയ്താണ് പലയിടത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ പാസുകളാണ് പലയിടത്തും റോഡിന് കുറുകെ വാഹനങ്ങൾ കടന്ന് സർവീസ് റോഡുമായി തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഞാൻ ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിച്ചല്ല ഇറങ്ങിയത്. പക്ഷേ റോഡ് നല്ലതാണ്, കയറ്റി വിടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാലൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതിയാണ് ഈ പഴയ CD ഡീലക്സുമായി ഈ റൂട്ടിൽ കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഇത്രയും പഴയ ഒരു വാഹനവുമായി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞു, നീ ഓടിയെത്തില്ല, ഇത്രയും ദൂരമൊന്നും ഈ വണ്ടി ഓടിയെത്തില്ല. പക്ഷേ എൻ്റെ വിചാരങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് യാത്രയിൽ ഈ വാഹനം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മധ്യ കേരളത്തിലെ റോഡ് നിർമ്മാണത്തെ വെച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ അതിവേഗമാണ് റോഡ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. എടുത്തിരിക്കുന്ന കമ്പനികളുടെ പ്രത്യേകതകളും ഇവിടെ കിട്ടാനുള്ള മറ്റ് അവശ്യവസ്തുക്കളുടെ ലഭ്യതയുമെല്ലാം വടക്കൻ കേരളത്തിൽ കൂടുതലായതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും കാപ്പിരിക്കാട് മുതൽ എടപ്പള്ളി വരെയുള്ള റീച്ചുകളിലെ നിർമ്മാണം പലയിടത്തും ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല യാത്ര ചെയ്യുവാൻ നാം എടുക്കുന്ന സമയം ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. ഏതായാലും രാമനാട്ടുകര മുതൽ പൊന്നാനി വരെയുള്ള യാത്ര ഇതുപോലെ ഇരുചക്ര വാഹനത്തിൽ ഈ റോഡ് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി സാധ്യമാകില്ല. 2026 തീരും എന്ന് പറഞ്ഞ വർക്കുകൾ പലയിടത്തും തീരുവാനുള്ള സാധ്യത കാണുന്നില്ല എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.